യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, വചനം വീണ്ടും അപ്പോൾ അച്ഛൻ പറഞ്ഞത്, നമ്മൾ ഇന്ന് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് വേണ്ട നമ്മുടെ ഉള്ളിലുള്ള പാപം മറച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. അഹങ്കാരത്തിന്റെ അടിമത്വത്തിലാണ് ഇന്ന് തലമുറ. അതാണ്, വേറൊന്നുമല്ല. അതാണ് ഈ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണം. എന്തുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു? അവന് ദൈവവിശ്വാസം പോകാൻ കാരണം എന്താണ്? ദൈവഭയം പോകാൻ കാരണം അവനെന്തോ ആയി എന്നുള്ളൊരു ചിന്ത അവന് കൂടിയിട്ടുണ്ട്. അവനെന്തോ ആയി, ഒത്തിരി വളർന്നു, ഒത്തിരി നേട്ടായി, ഇനി എനിക്ക് ആരുടെ ആവശ്യമില്ല, ആരും എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം, കാരണം എനിക്കായി. അതാണ് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം തന്നെയാണ്. ചെങ്കടല് കടന്ന് അവർ 40 വർഷം മരുഭൂമിയിലൂടെ പോയി. 40 വർഷം ദൈവമായിരുന്നവർക്ക് ദൈവം, യഹോവയായിരുന്നവർക്ക് ദൈവം. അന്ന് അവർക്ക് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ക്ലേശവും കഷ്ടപ്പാടും നിറഞ്ഞൊരു കാലഘട്ടം. അവർ മേഘം കാണുമ്പോൾ ഒരു ചൂട് കുറയുന്നു വേണ്ടി ഒരു മേഘം കാണുമ്പോൾ പറയും അത് ദൈവമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. രാത്രിയിൽ പ്രകാശം കാണുമ്പോൾ അത് ദൈവമായി. ചുറ്റുമുള്ളത് മുഴുവനും ദൈവമായിട്ട് അവർ കണ്ടു. ആളുകളെ പോലും ദൈവമായിട്ട് കാണുന്നു. മോശയെ പോലും ദൈവമായിട്ടാണ് കാണുന്നത്. അഹ്റോനെ കാണും ദൈവമായിട്ട്. പക്ഷേ അവര് യോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ഭൂമി, കാനാൻ ദേശത്ത് കയറിയപ്പോൾ ഇതൊന്നും അവർക്ക് ദൈവങ്ങളല്ലാതായിട്ട് മാറി. വേറൊരു ദൈവം അവർക്കുണ്ടായി. പണം, സ്വത്ത്, സ്ഥാനമാനം, അധികാരം, സ്വർണം, സുഖം, എല്ലാം. ഒരു മുഴുത്ത വീടുകൾ പണിയാൻ തുടങ്ങി, മുന്തിരിത്തോട്ടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി, അവർ വേലി കെട്ടാൻ തുടങ്ങി. അതുപോലെ അവർക്ക് പള്ളി പോകാനൊന്നും നേരമില്ല. അവർക്ക് ദേവാലയം വെച്ച പിന്നെ വലിയ പ്രശ്നമാണ്. പക്ഷെ അന്ന് മുതൽ അവർക്ക് അപകടങ്ങൾ തുടങ്ങുന്നുണ്ട്. ആ അപകടങ്ങൾ ഒരു നീണ്ട നിരയാ. കാരണം അപകടം ഒരിക്കലും ശിക്ഷയല്ലായിരുന്നു, ശിക്ഷണമായിരുന്നു. ദൈവം തരുന്ന ശിക്ഷണമാണ്. ഞാൻ പറയും, ഇപ്പോൾ ലോകം നടക്കുന്നതും ദൈവത്തിൻ്റെ ഒരു ശിക്ഷണമായിട്ട് കാണാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ. എൻ്റെയും നിൻ്റെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും എല്ലാം കാണുന്നത് ദൈവം നൽകുന്ന ശിക്ഷണമാണ്. നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്, നാം ദൈവമക്കളാണ്, ലോകം മുഴുവനുള്ള മക്കള്. പക്ഷേ വല്ലാതെ അന്ധത ലോകത്തെ ബാധിച്ചിട്ടുണ്ട്. പഠനവും പണവും സുഖവും നമുക്ക് നൽകുന്നൊരു വലിയൊരു സംഭവമുണ്ട്. ബ്ലൈൻഡ്നെസ്, അന്ധത, കാഴ്ചപോയി, കണ്ണിന് കാഴ്ചപോയ അവസ്ഥ. അതല്ലേ സ്നാപകന്റെ കഴുത്ത് വെട്ടി മാറ്റുമ്പോൾ കൊന്നൊടുക്കും. എൻ്റെ കഴുത്ത് ഒത്തിരില്ല, സംഭവമല്ല. സലോമി പറയുന്നത്, ഒരു പ്രവാചകന്റെ കഴുത്തങ്ങ് മുറിച്ചു തന്നാ മതി. സമ്മാനം ചോദിക്കുന്നു. ഒരു രാജ്ഞി ചോദിക്കുന്ന സമ്മാനം ചില്ലറ സമ്മാനമൊന്നുമല്ല. സത്യം പറയുന്നവനെ, വചനം പറയുന്നവന്റെ കഴുത്തങ്ങ് മുറിച്ചങ്ങ് തന്നാൽ അതവിടെ എനിക്ക് ഹാപ്പിയായി. തലമുറ തുടങ്ങുന്ന അപകടം വരികയാണ്. അപ്പോൾ ഈശോ പറയും, ഖൊറാസിൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സൊദോമിലും ഗൊമോറയിലും നടന്നിരുന്നെങ്കിൽ അവര് ചക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുക. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ അവർക്ക് അവരുടെ സഹനം, അതായത് സൊദോമിനും ഗൊമോറയ്ക്കും ഉണ്ടാകുന്ന സഹനത്തെക്കാളും സഹനം കുറച്ചും കൂടെ ലളിതമായിരിക്കും, ചെറുതായിരിക്കും. പക്ഷേ നിനക്ക് വരാൻ പോകുന്നതിന് അപ്പുറമായിരിക്കും എന്ന് പറയേ. ആകാശത്തോളം ഉയർത്തപ്പെട്ട കഫർനഹൂമേ, പാതാളത്തോളം നീ താഴ്ത്തപ്പെടും. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെ തിരസ്കരിക്കുന്നു. പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ദൈവം കൊടുക്കും. ദൈവവചനമൊന്നും പതിരൊന്നുമല്ല, ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എത്ര എളുപ്പപ്പെടാമോ അത്രമാത്രം എളുപ്പപ്പെടേണ്ട സമയമാണിത്. അനുദപിച്ചാൽ, അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18-19 വചനം പറയും, തിരിച്ചു വരിക, മനസ്സാന്തരപ്പെടാനുള്ള വചനമാണ്. നിന്റെ പാപം കടും ചെമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും, അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ
വാളിനിരയായി തീരും. ഈ വാളെന്ന് വെച്ചതാണ് കർത്താവിൻ്റെ വാളെന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബൈബിളിൽ വായിക്കണിരുന്നു. എനിക്ക് ഇന്ന് ആളുകൾ നിങ്ങൾ വായിക്കേണ്ട 2-3 അധ്യായങ്ങളുണ്ട്. നിങ്ങൾ വരുന്നത് യെശയ്യ, ജെറമിയ, എസെക്കിയേൽ, ഈ 3 പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊന്ന് ഒന്നേന്നങ്ങ് വായിച്ചു തുടങ്ങിയാൽ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. ഇത് സംഭവിക്കുമ്പോൾ അതാണ്. അതുകൊണ്ട് ഈ സമയം പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു കൂട്ടുത്തരവാദിത്വം, എൻ്റെയും നിങ്ങളുടെയും കൂട്ടുത്തരവാദിത്വം. മറ്റൊരുവന് വേണ്ടി ഞാനും പരിഹാരം ചെയ്യണം. എനിക്ക് വേദന ഉണ്ടാകുമ്പോൾ, രോഗം വരുമ്പോഴും പീഡന വരുമ്പോഴും എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും. നീതിമാന്റെ പ്രാർത്ഥന മാത്രമേ മേഘങ്ങൾ തുളച്ചു കയറി ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നിലപിക്കുക, പ്രസദ്ധപിക്കുക, ദൈവമേ എന്ന് വിളിക്കുക, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. അപ്പോൾ നീ ദൈവകൃപയുടെ അനുഭവങ്ങൾ നിനക്ക് കിട്ടും.